ഗൈസ് അങ്ങനെ താങ്ക് യു പോസ്റ്റുകളുടെ ഒടുവിൽ ഒരു വെൽക്കം പോസ്റ്റ് വരുന്നു. പ്ലെയേഴ്സ് അല്ല, 2 കോച്ചിങ് സ്റ്റാഫ്സിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് ഒഫീഷ്യലി വന്നു കഴിഞ്ഞു. ഒരാൾ ജോൺ വെസ്ട്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റ് കോച്ചാണ്. മറ്റൊരാൾ ഒരു സെറ്റ് പീസ് കോച്ച് എന്ന നിലയിൽ വരുന്നു, ഫെഡറിക്കോ പെരേര മൊറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അപ്പം അതിൽ നമുക്ക് ഇവരെ പറ്റി വിശദമായിട്ട് നോക്കുമ്പോൾ ആദ്യം ജോൺ വെസ്ട്രോമിലേക്ക് വരാം. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കോച്ച് എന്ന നിലയിൽ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിൽ നമുക്ക് പറയാവുന്ന ഒരാളാണ്. അതായത് 51 വയസ്സുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ദീർഘകാലം ക്ലബ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AIK എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കാഡമിയിൽ അവിടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നമുക്കറിയാം മിഗേൽ സ്റ്റാറയുടെയും ഒരു തുടക്കം അവിടെ നിന്നായിരുന്നു എന്നുള്ളത്. അപ്പം സ്റ്റാറയുടെ കാര്യം എടുക്കുമ്പോൾ 1998 മുതൽ 2010 വരെയാണ് അവിടുത്തെ ഒരു അക്കാഡമി മുതൽ അല്ലെങ്കിൽ ഒരു കോച്ചിങ് സീനിയർ കോച്ച് എന്ന നിലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇദ്ദേഹത്തിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ 99 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്കൗട്ട് എന്ന നിലയിലാണ്. പിന്നീട് അക്കാഡമി മാനേജർ, SD, കെയർ ടേക്കർ കോച്ച്, CEO അങ്ങനെ വിവിധ റോളുകളിൽ അദ്ദേഹം AIK എന്ന് പറഞ്ഞിട്ടുള്ള സ്വീഡിഷ് ക്ലബ്ബിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് വാസ്പി യുണൈറ്റഡ് എന്ന് പറയുന്നൊരു ക്ലബ്ബിൽ നമ്മൾ മിഖാൽ സ്റ്റാറെ ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്തതിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിൽ ഇദ്ദേഹവും വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഒരു AIKയുടെ ഒരു സക്സസ്സിൽ, ഇപ്പം മിഖാൽ സ്റ്റാറെ ഉണ്ടായിരുന്നപ്പോൾ സക്സസ്സിലും ആ ഒരു സമയത്തും ഒക്കെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഖാൽ സ്റ്റാറെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ലോങ് ടേം ആയിട്ട് ഇദ്ദേഹത്തിന് അറിയാവുന്നൊരു വ്യക്തിയാണ്, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്തൂസിയാസവും ഡെപ്ത് ഓഫ് കോച്ചിങ്ങും ഒക്കെ വേറെ ലെവലാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം വിവിധ റോളുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ഡാനിഷ് ക്ലബ്ബായിട്ടുള്ള ഒഡൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പ് ടയർ ക്ലബ്ബാണ്. അവിടെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ച് കൊണ്ടിരുന്നത്. 2022 മുതൽ 2024 വരെ അദ്ദേഹം അവിടെ ആ ഒരു ക്ലബ്ബിൽ ആ റോളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫെഡറിക്കോ പെരേര മൊറേസ് എന്ന് പറഞ്ഞിട്ടുള്ള കോച്ചിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു യങ് കോച്ചാണ്, 36 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കോച്ചാണ്. മറ്റേയാൾ ഒരു സ്വീഡിഷ് ആണെങ്കിൽ ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് കോച്ചാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞാൽ ഒരു സെറ്റ് പീസ് കോച്ച് എന്ന നിലയിലാണ് കൊണ്ടുവരുന്നത്. നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഇവാൻ എറയിൽ നമ്മളുടെ സെറ്റ് പീസുകൾ എത്ര മോശമായിരുന്നു എന്നുള്ളത്. അത് സെറ്റ് പീസിലൂടെ ഗോള് കണ്ടെത്തുന്ന കാര്യമാണെങ്കിലും അതിലേറ്റവും മോശമായിരുന്നത് നമ്മുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ആയിരുന്നു. ഈ ഒരു സ്റ്റാറെ എന്ന് പറയുന്ന കോച്ച് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സെറ്റ് പീസുകളിലൂടെ ആ ഒരു കളിയിൽ ചേഞ്ചസ് വരുത്താൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിഫറൻറ്റ് ഇൻ്റർവ്യൂസിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അടയാളം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞാണ് നമുക്കൊരു സെറ്റ് പീസ് കോച്ച് ആവശ്യമാണ് എന്നുള്ളത്. ഇദ്ദേഹം ഒരു സെറ്റ് പീസ് കോച്ചിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, ഒരു യങ് കോച്ചിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസസ് ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഡാനിഷ് ക്ലബ്ബായിട്ടുള്ള സാസ്പറി 08 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് ടയർ ക്ലബിൻ്റെ യൂത്ത് കോച്ച് എന്ന നിലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ മിഖാൽ സ്റ്റാറയ്ക്ക് നേരത്തെ പരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതും എനിക്ക് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പം ആ ഒരു പരിചയമായിരിക്കാം അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ഫാക്ടറായത്. ഏതായാലും ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ തുടങ്ങുന്നത്. ബോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിൻ്റെ ആളിലൂടെയാണ് അദ്ദേഹം വർക്ക് തുടങ്ങുന്നത്. അത് ഇപ്പം നിലവിൽ പോർച്ചുഗലിലെ ടോപ്പ് ടയറിൽ കളിക്കുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ്. പിന്നീട് AS മൊണോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് വമ്പൻ ക്ലബ്ബാണ്, അവരുടെ ഒരു യൂത്ത് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ലീഗ് 1 ക്ലബ്ബായിട്ടുള്ള ലെയ്റ്റൺ ഓറിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിൻ്റെ ഒരു അക്കാഡമി കോച്ച് എന്ന നിലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മിഖാൽ സ്റ്റാറെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് വളരെ ഒരു യങ് ഒരു കോച്ച് എന്ന നിലയിലായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു മോഡേൺ ഫുട്ബോളിനെ പറ്റിയൊക്കെ ഒരു നല്ല നോളജ് ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം മികച്ചൊരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ഓഫ് ട്രെയിനിങ് ആൻഡ് അനാലിസിസും മികച്ചതാണ് എന്നുള്ളൊരു കാര്യമാണ് മിഖാൽ സ്റ്റാറെ പറഞ്ഞു വെക്കുന്നത്. ഏതാണെങ്കിലും ഒരാൾ മിഖാൽ സ്റ്റാറയോടൊപ്പം തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന് പരിചിതനായിട്ടുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ മറ്റൊരാൾ ഒരു മോഡേൺ ഡേ കോച്ച് അല്ലെങ്കിൽ ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ്, ഒരു യങ് പ്ലസ് ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു മിക്സ് ഓഫ് കോച്ചിങ് സ്റ്റാഫിനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ഇരുവരുടെയും ഒരു കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച സമയത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു SDA സാക്ക് ചെയ്താലും കോച്ചിനെ സാക്ക് ചെയ്താലും പകരം വെക്കാൻ പറ്റുന്ന 2 പേരായിട്ട് ഇവരെ തോന്നുന്നുണ്ട്. ഞാൻ ഒരു ഫണ്ണിയായിട്ട് പറഞ്ഞതാണ്. അവരുടെ കരിയർ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത്
എനിവേ സ്ലാവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോൾ കീപ്പിംഗ് കോച്ച് ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളുമായിട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ളത്, അദ്ദേഹം തന്നെയായിരിക്കും ഇനിയും നമ്മുടെ ഒരു ഗോൾ കീപ്പിംഗ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നുണ്ടാകുക. അതുപോലെ തന്നെ ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ TG പുരുഷോത്തമൻ തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമാണ്. എന്നാലും കോച്ചിങ് സ്റ്റാഫ്സ് കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി നമ്മൾ പ്ലേയേഴ്സിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എന്താണെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ 2 അസിസ്റ്റൻറ്റ് കോച്ചിൻസിൻ്റെയും ഒരു റെക്കോർഡ്സ് പരിപാടികളൊക്കെ കാണുമ്പോൾ. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ. ഞാൻ സനിയ.